നമസ്കാരം. കേരളത്തിൻ്റെ തീരത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി തിമിംഗല സ്രാവുകൾ തീരക്കടലിലേക്ക് വരും. മത്സ്യം പിടിക്കാനായി വലയെറിഞ്ഞ് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിലേക്ക് 3-4 ടൺ കേവ് ഭാരമുള്ള കൂറ്റൻ തിമിംഗല സ്രാവുകൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്രതീക്ഷിതമായി കാട്ടിൽ നിന്ന് കാട്ടാന നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയാണ്? അതുപോലെ സംഭീതി ഉളവാക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ചെറു മത്സ്യങ്ങൾക്ക് വലയെറിഞ്ഞ് നിൽക്കുന്ന ഒരു മുക്കുവൻ്റെ മുമ്പിലേക്ക് ഒരു വലിയ കടലാനെ പോലെ ഒരു ജീവി ഉയർന്നു വരുന്ന ഒരു സ്ഥിതി, നമ്മൾ അത്ഭുതകരമായി സിനിമകളിലുമൊക്കെ കാണുന്ന പോലെ. അങ്ങനെ ഇപ്പോൾ കേരള തീരത്ത് തിരുവനന്തപുരത്ത് പള്ളിത്തുറയിൽ കമ്പവല വലിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കമ്പവലയിൽ അവർ നെത്തോലിയും ചെറിയ ചാളയും അങ്ങനെയുള്ള ചെറുമീനുകളും ഒക്കെ കിട്ടുന്ന ആ കമ്പോലയിൽ അതിങ്ങനെ അവർ ഭയങ്കരമായ വെയിറ്റോട് കൂടി വലിച്ചപ്പോൾ അവർ വിചാരിച്ചു എന്തെങ്കിലും നിറയെ മീനായിരിക്കും. അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് വെള്ളപ്പുള്ളികളുള്ള ടൺ കണക്കിന് ഭാരമുള്ള വലിയ 2 തിമിംഗല സ്രാവ്. ഇത് എന്തിനത്തിൽപ്പെട്ടാണെന്നും എന്താണെന്നും അവർക്കറിയില്ല. പിന്നെ അവരെങ്ങനെയോ വലയൊക്കെ കീറി അതിനെ കടലിലേക്ക് തിരിച്ചുവിടാനുള്ളൊരു ആയാസപ്പെടലായിരുന്നു. മറ്റൊന്ന്, കൊല്ലം അഷ്ടമുടിക്കായൽ ഫാത്തിമ തുരുത്തെന്ന് പറയുന്ന തുരുത്തിൽ കക്കയും അതുപോലെ തന്നെ ഈ വല വീശുകാരും ഒക്കെയുള്ള തുരുത്തിൽ ഒരു വലിയ കൂറ്റൻ തിമിംഗല സ്രാവ് ഉയർന്നു വന്നു. അത് ആളുകൾ ഭയന്ന് അവസാനം ഒരു വലിയ ബഹളമായി. അവരതിനെ റോപ്പ് കൊണ്ട് ബന്ധിച്ച് അവരൊരു കടവിൽ അതിനെ ബന്ധിച്ച് നിർത്തി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ചത്തുപോയി. പിന്നീട് അത് ഫോറസ്റ്റുകാർ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ പഠനത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ കയറ്റിക്കൊണ്ടുപോയി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീമൻ സ്രാവുകൾ? അപ്പോൾ ഞാൻ കേരള അക്വാട്ടിക് ബയോളജിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ഡോക്ടർ ബിജുകുമാറിനോട് ഈ കാര്യം, അദ്ദേഹം ഇത്തരം പഠനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമാണിത്, സ്രാവിനത്തിൽപ്പെട്ട വലിയ മത്സ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തരുണാസ്ഥിയാണ് അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ മാംസത്തിന് രുചികരമല്ല. ഇതിൻ്റെ തോണൽ ചിറകുകൾ ഉപയോഗപ്രദമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലിവർ ഷാർക്ക് ലിവർ ഓയിലിന് വേണ്ടിയിട്ടും വളരെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് തീരക്കടലിലേക്ക് വന്നത് എങ്ങനെ? അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് ഇതൊരു ദേശാടനത്തിലാണ്, ഒരു ദേശാടനത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഇത് മറ്റ് കടലുകളിൽ നിന്ന് നമ്മുടെ അറബിക്കടലിലൂടെ ശ്രീലങ്കയിലേക്ക് പോവുകയും പിന്നീട് അവിടുന്ന് തിരിച്ചു വരുന്ന ഒരു കാലയളവാണിത്. അപ്പോൾ ഇത് സാധാരണ തീരത്ത് നിന്നും എത്രയോ നോട്ടിക്കൽ മൈൽ ദൂരെയൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതൊരു സംഘമായിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഈ സംഘത്തിൽ നിന്ന് ഒരു 5-6 പേര് കൂട്ടം തെറ്റി വരുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് ചെറു മത്സ്യങ്ങളുടെ കൂട്ടത്തെ ഫോളോ ചെയ്ത് അവരോടൊപ്പം അതിൻ്റെ പിന്നാലെ വന്നത് തീരക്കടലിലേക്ക് വരികയാണ്. ആ തീരക്കടലിലേക്ക് വന്ന് പിന്നെ അതിൻ്റെ ഒരു ലക്ഷ്യം മാറിപ്പോവുകയാണ്. അങ്ങനെ വരുന്നവരാണ് ഈ വലയിൽ കുടുങ്ങുകയും പിന്നെ കായലിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ കായലിലേക്ക് കടക്കുകയും ചെയ്യുന്നതെന്നാണ് ബിജുകുമാർ പറയുന്നത്. ഇതിന് സയൻറ്റിഫിക്കായിട്ട് ഇതിന് പേരുണ്ട്. ഇത് തിമിംഗലമല്ല. തിമിംഗലം എന്ന് പറഞ്ഞാൽ ഇതിനും എത്രയോ വലുതാണ്, ഇതിലും എത്രയോ വലുതാണ്. അപ്പോൾ ഇതൊരു മീൻ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്, സ്രാവിൻ്റെ ഇനത്തിൽപ്പെട്ട മത്സ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ലിവറിൽ നിന്നാണ് മറ്റേ ഷാർക്ക് ലിവർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ വിലയേറിയ വളരെ മൂല്യവത്തായ ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഇതിൻ്റെ ചിറകുകളും മറ്റും തോണലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് അത് ആൾക്കാർക്ക് പിടിക്കാനോ അങ്ങനെ അതിനെ മുറിച്ച് വിൽക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. പക്ഷേ കായലിലേക്ക് ഈ പുള്ളിസ്രാവ് എന്ന് പറയുന്നത് പല പേരുകളിലാണ് വിളിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ ചിരപരിചിതമല്ല. പുള്ളിസ്രാവെന്ന് പറയും, ചിലർ പുലിസ്രാഗെന്ന് പറയും. അപ്പോൾ ഇത് എക്സ്പോർട്ടിങ് ചെയ്യാത്തത് കൊണ്ട്, എക്സ്പോർട്ടിങ് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തോണലോ അല്ലെങ്കിൽ ചിറകോ ഒന്നും അരിഞ്ഞ് അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് പിടിച്ചെടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാംസം രുചികരവുമല്ല.
പിന്നെ ഇതിൻ്റെ ലിവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് മൂല്യവർദ്ധിത അല്ലെങ്കിൽ അത് മൂല്യവത്തായ ഷാർക്ക് ലിവർ ഓയിൽ അതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് കടലിൽ അപകടകാരിയല്ല, ആരെയും ഉപദ്രവിക്കത്തോ അങ്ങനൊന്നുമില്ല. ഇത് പ്ലവങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ആഹാരം. ഇത് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ തീരക്കടലിലേക്ക് വരുന്നത്. അപ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനമോ അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിൻ്റെ മാറ്റമോ അല്ലെങ്കിൽ മീനിൻ്റെ കൂട്ടത്തിന് ഫോളോ ചെയ്ത് വരുന്നതോ അങ്ങനെ പല സാഹചര്യങ്ങളുമുണ്ട് ഇതിങ്ങനെ തീരത്തേക്ക് വരുവാൻ. കൊല്ലത്തെ ഒരു പ്രമുഖനായ ഒരു മത്സ്യത്തൊഴിലാളി ശ്രീമാൻ ചാർലി ജോസഫ് പറയുന്നത് ഇത് തിമിംഗലത്തിൻ്റെ കുഞ്ഞാണെന്നും ഇത് പുലിസ്രാഗെന്നും അല്ലെങ്കിൽ ഇത് ഡോൾഫിൻ ഇനത്തിൽപ്പെട്ടതാണെന്നും അങ്ങനെ പല തരത്തിലാണ് ഇതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അവർക്കൊരു ഇതിനെക്കുറിച്ചൊരു തിട്ടമില്ല. അപ്പം കടലിലെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിൻ്റെ മാറ്റം, അപ്പോൾ അത് ഇതിനൊക്കെ ഓരോരോ ലെയറിലെ ഒരു പ്രത്യേകതരം വെള്ളത്തിലൂടെ സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെ വ്യത്യാസം വന്നാലും ഇതിന് മയക്കം വരാം, ഇതിൻ്റെ ദിശ മാറിപ്പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചതാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത്തരം തിമിംഗലങ്ങളെയോ അല്ലെങ്കിൽ ഇതിനെ ഒന്നും ഇവിടെ പിടിക്കുകയോ ഒന്നുമില്ലല്ലോ, പിന്നെ ഇതിനെ ഹണ്ട് ചെയ്യുന്നവരൊന്നുമില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇത് ഹണ്ട് ചെയ്യുന്നവരുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കപ്പലുകൾ തന്നെ തിമിംഗല വേട്ടയ്ക്ക് പോവുകയും അത് ചാട്ടുളി പോലുള്ള ചില ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ പിടിക്കുകയും കപ്പലിനോട് തന്നെ ബന്ധിച്ചിട്ട് അതിനെ പാർട്ടായി കട്ട് ചെയ്ത് ഇതിനെ എടുത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള വലിയ കുറ്റൻ തിമിംഗലങ്ങളെ പിടിക്കുന്ന കപ്പലുകളുണ്ടത്രേ. ഇങ്ങനെ വേട്ടയാടി പിടിക്കുന്ന തിമിംഗലത്തിൽ നിന്ന് തന്നെ കോടികളുടെ ഓയിൽ എടുക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അഷ്ടമുടിക്കായലിൽ ഈ തിമിംഗല സ്രാവ് വന്നത് ഒരു അത്ഭുതമായി മാറി. കാരണം പണ്ട് കാലം തൊട്ടേയുള്ള ഒരു രീതിയുണ്ട്. അതായത് കടലിൽ നിന്ന് കായലിൻ്റെ അടിത്തട്ടിലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് തിരിച്ചു പോകുന്ന സ്രാവുകളുണ്ട്. അപ്പോൾ അത് കായലിൽ അതിങ്ങനെ അതിൻ്റെ ഗർഭഗൃഹം പോലെ അഷ്ടമുടി കായലിൻ്റെ പെരുമണ്ണ് അങ്ങനെയൊക്കെയുള്ള ഓരോ മുടികളിലും അതിൻ്റെ തടങ്ങളിലുമൊക്കെ വന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് തിരിച്ചു പോകുന്ന വലിയ സ്രാവുകളുണ്ട്. അത് വട്ടത്തലയൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാറ്റഗറിയിലുള്ള സ്രാവുകളാണ്. അപ്പോൾ അതിനെ വിരുവം എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വിളിക്കുന്നത്, വിരുവം. അപ്പോൾ ഇത് കായൽ വിരുവത്തിൻ കുട്ടി എന്ന് പറഞ്ഞാൽ കായലിൽ വന്ന് കുട്ടിയെ ഇട്ടിട്ട് പോകുന്ന ഒരു ഇനം സ്രാവാണ്. അപ്പോൾ അങ്ങനെ ആ ഇനത്തിൽപ്പെട്ട സ്രാവല്ല ഇപ്പോൾ വന്നിരിക്കുന്ന തിമിംഗല സ്രാവ്. ഇത് യാദൃച്ഛികമായി അല്ലെങ്കിൽ വഴിതെറ്റി വന്നതാണ്. മറ്റേ സ്രാവ് എന്ന് പറയുന്നത് അത് വലിപ്പമുള്ളതാണെങ്കിലും അത് കായലിൽ വന്ന് അതൊരു ചക്രമാണ്, അതിൻ്റെ ഒരു ജീവിത ചക്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മുട്ടയുടെ പ്രസവിക്കുന്ന സമയത്ത് അത് കായലിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ വല വീശുന്നവർക്കും കോരുവലയിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. വളരെ വെളുത്ത് വളരെ രസകരമായ നല്ല സ്രാവാണത്. അപ്പോൾ അതിന് കായൽ വിരുവത്തിൻ കുട്ടി എന്ന് തന്നെയാണ് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കായൽ വിരുവത്തിൻ കുട്ടിയും അവിടെ വരുന്ന സ്രാവുകളെയും കണ്ടിട്ടുള്ളവർ യഥാർത്ഥത്തിൽ ഈ തിമിംഗല സ്രാവിനെ കണ്ട് ഭയന്നുപോയി. കാട്ടാന നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെയാണ് ഈ കടൽ ജീവി മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ ഒരു ഭീതിയോടെ ഉയർന്നു വന്നത്.